ഹായ് കൂട്ടുകാരെ, നമ്മുടെ വീട് പണി എവിടം വരെ ആയെന്നൊക്കെ എല്ലാവർക്കും ഒന്ന് കാണണ്ടേ? വാ കാണിക്കാം. ഇപ്പോഴേ കാണുന്നത് നമ്മുടെ കോമ്പൗണ്ട് വാള് പഴയതൊരു ഇരുവാക്കയ്യാലേ, അവനെ പൊളിച്ച് നിരപ്പാക്കണം. എന്നിട്ട് പുതിയത് കുറേ കെട്ടണം. കുറച്ച് ദൂരെ കെട്ടുന്നുള്ളൂ, പിന്നെ പൊളിച്ച് എന്നാലേ അറിയത്തുള്ളൂ. കല്ല് മേടിക്കാതെയുള്ള പരിപാടിയാണ്. അപ്പോൾ നേരത്തെ കാട്ടുകല്ലും കരിങ്കല്ലും എല്ലാം കൂടെ കൂട്ടിക്കെട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കെട്ടാവുന്നവർത്തായിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ മണ്ണെടുത്ത് കഴിഞ്ഞ് നോക്കിയിട്ട് ഉറപ്പുണ്ടെങ്കിൽ അടിയെ മാന്തണ്ടായി, ഇല്ലെങ്കിൽ അടിയെ മാന്തേണ്ടി വരും. എന്താണെന്ന് അറിയത്തില്ല, നോക്കാം. ഇപ്പോൾ ഇവിടം വരെ പൊളിക്കാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ കമ്പി ഞങ്ങൾ നാട്ടിയിട്ടുണ്ട്, അത് കാണാം. അവിടം വരെ പൊളിക്കാനാണ് പ്ലാന്. പിന്നെ പൊളിച്ച് വന്ന് കല്ലിൻ്റെ സിറ്റുവേഷനൊക്കെ അറിഞ്ഞിട്ട് വേണം മുമ്പോട്ട് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ. പുറകോട്ട് നമ്മൾ കൊടുത്ത വഴിയാണ്, അത് ഉപയോഗിക്കുന്ന ആളുകളെ വിളിച്ച് നിർത്തി അളവൊക്കെ കാണിച്ചിട്ടാണ് ഞങ്ങൾ പൊളിക്കാൻ തുടങ്ങിയത്. പിന്നീടൊരു തർക്കത്തിന് വേണ്ടല്ലോ. പൊളിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞത് ഇതിനകത്ത് കാട്ടുകല്ല് അധികമില്ല, കുറച്ചൊക്കെ ഉള്ളൂ, കരിക്കല്ലേ ഉള്ളൂ, അത് തികയുമായിരിക്കുമെന്ന് അവർ പറയുന്നത്. അപ്പം മണ്ണിന് ഉറപ്പൊക്കെ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളു കെട്ടാൻ നേരത്തെ കാട്ടുകല്ലിട്ട് ഫില്ല് ചെയ്യാമല്ലോ, ബാക്കിയുള്ളത് കരിങ്കല്ലിലും കെട്ടാം. കുറച്ചേറെ മണ്ണുണ്ട്, അതിപ്പോൾ നമ്മൾ കിഴക്ക് വശത്തോട്ട് കൊണ്ടുപോയി ഇടുക. ഇവിടെ നമ്മുടെ കൃഷി ചെയ്യുന്ന പ്രദേശമാണ്, അപ്പോൾ അങ്ങോട്ടിട്ട് കൊടുക്കുക. അല്ല ഇപ്പോൾ വേറെ ഇങ്ങോട്ട് മാറ്റാൻ മാർഗമില്ല. അങ്ങനെ ഏകദേശം കല്ലെല്ലാം പൊളിച്ചെടുത്തു. അപ്പോൾ അടിയിൽ ഈ കാട്ടുകല്ലിന് നല്ല ഉറപ്പുള്ള മണ്ണാണെന്നാണ് പറഞ്ഞത്, കുഴപ്പമില്ല, അത് മതി എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ കുറച്ച് പൊക്കമല്ലേ വരുന്നുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മുകളിൽ ബെൽറ്റ് പോലെ വാർത്ത് ഇവിടെയൊക്കെ ഉറപ്പുണ്ടെന്നാണ് അവർ പറയുന്നത്, കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഒത്തിരി അടിയിലോട്ട് എടുക്കണം. പിന്നെ ഇത്രയും വീതി ഉണ്ടല്ലോ, ഏതാണ്ട് 2 അടി മിച്ചം വീതിയുണ്ട് അത് ഇട്ടയ്ക്ക് തന്നെ. ഇപ്പോൾ നമ്മൾ പിറ്റത്തോട്ട് ഒത്തിരി അതിനകത്ത് വീതി കൂട്ടുന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ സൈഡ് വല്ലതും ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത്. ഇതല്ലേ നമുക്ക് കാണാം, നല്ല ഉറപ്പുണ്ട് മണ്ണിന്, പേടിക്കാനൊന്നുമില്ല. കല്ലുകെട്ട് തുടങ്ങി. ഇവിടെ കൊണ്ട് ചെറിയ വളച്ചങ്ങ് കെട്ടിയേക്കാം. ആ ഇലക്ട്രിക് പോസ്റ്റ് ഇരിക്കുന്നത് ഞങ്ങൾക്കൊരു ഗുണമാണ് കേട്ടോ. കാരണം ജംഗ്ഷനും അപകടമൊക്കെ നടക്കും പല പ്രാവശ്യം. ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ല, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു 2 വണ്ടിക്കാരിൽ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കാതെ പോകാറില്ല. നോക്കാതെ കയറി വരും. ഇവിടുന്ന് നേരെ വരുന്നവർ വന്ന് അവിടെ കിടന്ന് വഴക്കണം. അങ്ങനെ കാണുന്നില്ല. ഏതായാലും എന്താ കല്ലുകെട്ട് ഇത്ര പൊക്കമുള്ളൂ ആ കല്ലുകെട്ടിന്. കെട്ടിന് കൂടി വന്ന 2 അടി കെട്ടിക്കുള്ളിൽ പൊക്കം വരുന്നില്ല. നമുക്ക് അതിൻ്റെ മുകളിൽ ബെൽറ്റോടെ വരുമല്ലോ. അതിൻ്റെ മുകളിലായാലും ഈ ചെറിയ 4-5 കട്ട പുല്ല് കട്ട, സിമെന്റ് കട്ട വരുന്നുള്ളൂ. കല്ലിന് വലിയ ഭംഗിയൊന്നുമില്ല, പഴയ കല്ല് തന്നെ പൊളിച്ച് കെട്ടി, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ സിമെൻറ്റ് വെച്ച് അടയ്ക്കണമല്ലോ, അത് അടയ്ക്കായിരുന്നു നോക്കിയല്ലോ. കാരണം ഇതിനകത്ത് പൊത്ത് കിടപ്പുണ്ട്, നമ്മുടെ മുറ്റത്തും ഒക്കെ വഴിയിലും ഒക്കെ ആയതുകൊണ്ട് പൊത്ത് കംപ്ലീറ്റ് അടപ്പിക്കും ഞാൻ. എന്നിട്ടും കൂടെ പൊളിക്കണോ വേണ്ട എന്ന്. ഇവിടെ ഒരു ഇച്ചിരി ഒരു പുഴ പോലെ കിടപ്പുണ്ട്. അവരോട് അതും കൂടെ ഏതാണ്ട് ഇവിടം വരെ പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ ചിലപ്പോൾ അടിയിൽ നിന്ന് എടുക്കേണ്ടി വരുമായിരിക്കും. അത് അടി ചെന്നാലേ അറിയത്തുള്ളൂ അവിടുത്തെ സിറ്റുവേഷൻ എന്നാണെന്ന്. അതായത് ഇപ്പോൾ ഈ നിൽക്കുന്നിടം വരെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
ഇവരുടെ പണി എളുപ്പമായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അല്ല ഇവിടെ ചോദിച്ചാൽ അവിടെ കൊണ്ടുപോകണ്ടേ. അവരവിടുത്തെ കല്ലെല്ലാം പൊളിച്ചു. ഇനി അതിൻ്റെ മണ്ണെടുത്ത് മാറ്റണം. കുറേ മണ്ണുണ്ട്, നല്ല ചുമടാ. അപ്പോൾ ആ പുറകോട്ട് കൊണ്ടുപോയാൽ കുറച്ച് ഉണ്ട്. ഇനി ഒരു 10-12 മീറ്റർ കൂടെ പുറകോട്ട് നമുക്കവിടെ ഉണ്ട്. അവിടം വരെ കിട്ടേതായാലും നടക്കുകയില്ല. ദൂരമുണ്ട്, നല്ല ദൂരമുണ്ട്. ഉറപ്പായി ഒട്ടുകല്ല് പോലെ ആയി. അതിൽ അടിപൊട്ട് എടുക്കണ്ട. അവിടെ ഇപ്പം നല്ല വീതിയുണ്ട്. സാധാരണ തിട്ടേന്ന് ലെവൽ അരിഞ്ഞിറക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അത് ലെവൽ ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് 10 കോട്ട മണ്ണ് വരും. ഏതായാലും അതുകൊണ്ട് കല്ല് നമ്മൾ ഒത്തിരി മേടിക്കേ വേണ്ട. കല്ല് മേടിക്കേ വേണ്ട. കല്ലെല്ലാം തീരും, അങ്ങ് വരെ തീരും. പിന്നെ കെട്ടാണേലും ഒരു 4 കെട്ട കൂടുതൽ പൊക്കം വരികയില്ല. 4 കെട്ട പൊക്കം മതി. അല്ലെങ്കിൽ കണ്ടമാനം മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ വലിയ കൊന്നത്തെങ്ങലോട്ട് നോക്കുന്ന പോലെ ഇരിക്കും. അതിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു മറ മതിയല്ലോ. ഈ കാണുന്ന ഭാഗമുണ്ട്. പുതിയ മണ്ണ് അവിടെ കൊണ്ടുപോയി ഇട്ടതാകട്ടെ. അതിന് അങ്ങേപ്പുറം ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഷോപ്പുണ്ട്, ചെമ്പരത്തിക്കുന്നതിനപ്പുറം. അവിടം വരെ ഉണ്ട് നമ്മുടെ അതിർത്തി. അത് കാണാമെന്ന് തോന്നുന്നു. എല്ലാ പോസ്റ്റ് നിൽക്കുന്നു. അവിടം വരെയാണ് നമ്മുടെ അതിര്. അതും കല്ലുണ്ട്, ഏതായാലും അതൊക്കെ പിന്നെ ഉള്ളൂ. ഞങ്ങൾ ആദ്യം പൊളിക്കാൻ പദ്ധതി ഇട്ടെടുത്തുനിന്ന് ഇപ്പോൾ ഒരു 6 മീറ്ററെങ്കിലും കാണും കൂടുതൽ പൊളിച്ചു. ഇവിടം വരെ സൈറ്റ്. ഈ ഭാഗം മുഴുവൻ കടീനുറുമ്പായിരുന്നു ആ കല്ലിനടയ്ക്ക്. അത് കടിച്ചു കഴിഞ്ഞാലോ മേത്ത് എല്ലായിടത്തോടെയും കയറിപ്പോവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഡോറിൻ്റെ അവിടെ ഏറെക്കുറെ മുകളിലത്തെ ബാക്കി ചെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു. അവിടെ പണിയാനല്ല അത് ഇന്നലെ തേച്ചത്. വെള്ളം ഒഴിക്കും. അങ്ങനെ ഏതായാലും അവിടം വരെയുള്ള കല്ലുകെട്ട് ഏതാണ്ട് പൂർത്തിയായി. ഇനിയിപ്പം ബെൽറ്റ് ഇടണം. അവരിവിടെ കമ്പിയിട്ട് വാർത്തേക്കാന്ന് പറഞ്ഞിട്ട് പൊക്കമുള്ളതൊന്നും കുഴപ്പമൊന്നുമില്ല. വേണ്ട, പേടി വേണ്ട. അതുകൊണ്ട് 2 കമ്പി ഇട്ട് ബെൽറ്റ് വാർക്കാമെന്നാണ് അവർ പറഞ്ഞത്. അല്ല, എനിക്കല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് അങ്ങനത്തെ വലിയ ഒന്നുമില്ല. എവിടെയെങ്കിലും പോയി പെട്ടോ നമുക്കെന്താ. ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ട്. അത് ഈ റംബുട്ടാനാ, തന്നെ കിളത്തതാ, നാടൻ. അത് പൂക്കുന്നുണ്ട്, കാ പിടിക്കുന്നില്ല. അപ്പം ആൺ ജാതിയിൽപ്പെട്ട ആണെന്ന് തോന്നുന്നു. അതിനെ വെട്ടിക്കളയണം. പെരയുടെ മുകളിലോട്ടാണ് കിടക്കുന്നത്. വേനൊക്കെ എന്ത് പറഞ്ഞാലും നല്ല ഒരു തണുപ്പുണ്ട് ആ റൂമിൽ. കളയണോ വേണ്ടതെന്ന് ഇങ്ങനെ തേങ്ങി നിൽക്കുക. കണ്ടുവാനും പൊക്കമായ പെരയുടെ മണ്ടേ ചെന്നു. എനിക്കറിയാം, ഞാനത് വെട്ടിക്കളയും. അങ്ങനെ കല്ലുകെട്ട് തീർത്തു. അവർ ചരടഴിച്ചു. ഇനി ബെൽറ്റ് വാർത്ത് സെറ്റപ്പ് ആക്കണം.
അങ്ങനെ പലകയെല്ലാം അടിച്ച് കമ്പിയെല്ലാം ഇട്ട് സെറ്റപ്പാക്കി. പിന്നെ ആ കല്ലുകെട്ടിന് ഇടയ്ക്ക് കണ്ടമാനം വിടവുണ്ട്. അത് കാരണം ഈ മുറ്റത്ത് ഈ എത്രയാ കാലിഞ്ഞിൻ്റെ ആണ്ട് മിറ്റിൽ നിരത്തിയിട്ടുണ്ട്. അത് കൂട്ട് കുറേ വാരി ഇട്ടോളാൻ പറഞ്ഞു. അതാകുമ്പോൾ കുറേ ഇറങ്ങി പൊക്കോളുമല്ലോ. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ കോൺക്രീറ്റ് ഇടുന്ന അങ്ങ് അടിയിലോട്ട് പോകാനായിക്കോട്ടെ എന്നോടത്ത് അവനെ നിരത്തി ഇട്ടിട്ടുണ്ട് അങ്ങനെ അറ്റം തൊട്ട്. खबर है ഇവിടെയും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഇന്നത്തേന് നിർത്തുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഒത്തിരി സമയമായി. അടുത്ത ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയറും ലൈക്കും ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ.